വഖഫ് ഉമ്മീദായി മാറുന്നു. എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ പുതിയ ഉമ്മീദിലൂടെ വിഭാവനം ചെയ്യുന്നത്? BJP MP ജഗദംബിക പാലിൻ്റെ നേതൃത്വത്തിലുള്ള JPC എന്ന് പറയുമ്പോൾ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി നിർദ്ദേശിച്ച വിവിധ ഭേദഗതികൾ ഉൾപ്പെടുത്തിയ പുതിയ വഖഫ് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പിന്നെ സംഭവിക്കാൻ പോണത് ബജറ്റ് സമ്മേളനത്തിൻ്റെ 2ാം ഘട്ടത്തിൽ ബില്ല് പാർലമെൻറ്റിന് മുന്നിൽ വീണ്ടും എത്തും. അതിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. BJP MPമാർ നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങളാണ് കാതലായിട്ട് ഇതിലുള്ളത്. പക്ഷേ മറ്റ് പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇതിനെ എതിർത്തിരിക്കുകയാണ്. ഉദാഹരണത്തിന് കോൺഗ്രസ്, TMC, അതായത് തൃണമൂൽ കോൺഗ്രസ്, ആപ്പ്, ശിവസേന, UBT, അതായത് ഉദ്ധവ് താക്കറെയുടെ പാർട്ടി, പിന്നെ മജ്ലിസ് പാർട്ടി, ഇവരൊക്കെ ഈ ഭേദഗതികൾ എതിർത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ മാറ്റം വരാൻ പോകുന്നത് പേരിലാണ്. ഈ വഖഫിൻ്റെ പേര് മാറ്റരുതെന്ന് എല്ലാവരും, ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അങ്ങനെയൊക്കെയുള്ള പാർട്ടികൾ വളരെ കാര്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും വകവെച്ചിട്ടില്ല. ഇപ്പോൾ ഈ വഖഫ് എന്നുള്ള പേര് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ തിങ് ഓഫ് ദി പാസ്റ്റ്. അതിനിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പേര് അധികം കേൾക്കില്ല. അതിന് പകരം ഇപ്പോൾ വരുന്ന പേര് ഉമ്മീദ് എന്നാണ്. വഖഫ് എന്നുള്ള പേര് മാറ്റിയിട്ട് ഉമ്മീദ് എന്നാക്കാണ്. ഉമ്മീദ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഉമ്മീദ് എന്ന് പറഞ്ഞാൽ HOP ഹോപ്പ് എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഉമ്മീദ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷനൊക്കെ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഉമ്മീദ് വാർ എന്ന് പറയും. പക്ഷെ അതൊന്നുമായിട്ട് ഈ ഉമ്മീദിന് ബന്ധമില്ല. ഇത് വാസ്തവത്തിൽ ഹിന്ദിയിലുള്ള ഉമ്മീദല്ല, ഇംഗ്ലീഷിലൊരു എക്സ്പ്രഷൻ്റെ ഷോർട്ട് ഫോം അല്ലെങ്കിൽ ഒരു ആക്രോണിം എന്ന് പറയാം, ആ രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ്, എംപവർമെൻറ്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് എന്നാണ്. ആ രീതിയിലാണ് ഈ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വഖഫ് എന്നുള്ള പേര് മാറ്റരുതെന്ന് താല്പര്യം പലർക്കും ഉണ്ടായെങ്കിലും അതൊക്കെ അവഗണിച്ചിട്ട് ഇപ്പോൾ പുതിയ പേര് നൽകിയിരിക്കുകയാണ്. അതാണ് ഒരു കാര്യം. അതാണ് പേരിലാണ് ആദ്യത്തെ മാറ്റം വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, വഖഫ് ബോർഡിൽ നോൺ മുസ്ലിംസ് പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വഖഫ് ബോർഡിൽ ഇനിയിപ്പോൾ നോൺ മുസ്ലിംസിനെ ഇൻക്ലൂഡ് ചെയ്യും. കുറച്ചൊരു നോൺ മുസ്ലിംസ് ഉണ്ടായിരിക്കും. ഒരു എക്സ്ക്ലൂസീവ്ലി മുസ്ലിം ഗ്രൂപ്പായിട്ട് അത് നിൽക്കില്ല. വേറൊരു കാര്യം, ഈ ഇങ്ങനെ സ്വത്തെന്തെങ്കിലും വഖഫ് ചെയ്യണമെങ്കിൽ പണ്ട് ആർക്ക് വേണമെങ്കിലും വഖഫിന് നൽകാമായിരുന്നു. പക്ഷെ അതിനും നിയന്ത്രണം വരുന്നുണ്ട്. അതായത് 5 വർഷം പ്രകടമായിട്ട് മുസ്ലിംസ് ആയിരുന്നാലേ അതിന് ശേഷമേ എന്തെങ്കിലും പ്രോപ്പർട്ടി വഖഫിന് കൊടുക്കാവൂ. ആരെങ്കിലും കയറി ഇതേ വഖഫ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വഖഫിന് ഇത് ഈ രീതിയിൽ കൊടുക്കണമെങ്കിൽ അത് ചെയ്യേണ്ടത് ഒരു മുസ്ലിമാണ്. മുസ്ലിം ആയിട്ട് 5 വർഷം എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ തന്നെ ജീവിക്കണം. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. മുസ്ലിമാണെന്ന് അവിടെയുള്ള ആൾക്കാർക്ക് അറിയണം. 4-5 വർഷമായിട്ട് പ്രകടമായിട്ട് അറിയണം എന്നുള്ളതാണ് കാരണം. പിന്നെ വേറൊരു കാര്യം, നിയമപരമായി അവകാശമുള്ളയാൾക്ക് മാത്രമേ വഖഫിന് സ്വത്ത് നൽകാനാവൂ. അതും പണ്ടത്തെ നിയമങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. പണ്ടത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇല്ലോജിക്കലായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. അതായത് ഒരാൾ വാടകയ്ക്ക് താമസിക്കുകയാണെന്ന് വിചാരിക്കുക, ആ താമസിക്കുന്ന വീട് വേണമെങ്കിൽ വഖഫ് ചെയ്യാം. വഖഫിന് കിട്ടി, വഖഫിൻ്റെ ആയി, പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് കൊടുക്കുന്നവരാ അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്, ഇതിൻ്റെ യാതൊരു രീതിയിലും ഉടമസ്ഥത ഇല്ലാത്ത ആളാണ്. അതൊന്നും ഇനി നടക്കില്ല. ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ കൊടുക്കണമെങ്കിൽ അത് അതിൻ്റെ ഉടമസ്ഥന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആരെങ്കിലും കയറിയിട്ട് കണ്ടിട്ട് ഇത് നിങ്ങളങ്ങ് എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് അത് വഖഫ് ബോർഡ്, അതായത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് അത് വഖഫാന്ന് പറഞ്ഞ പരിപാടി നടക്കില്ല. അത് നടക്കില്ല. അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിച്ചു എന്ന് പറഞ്ഞാൽ നടക്കില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാംഗ്ലൂരൊക്കെ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിംഗ് വരെ ഓരോ ആവശ്യങ്ങൾക്ക് വഖഫ് വാടകയ്ക്കൊക്കെ എടുത്ത് പിന്നെ അത് അവരുടെ ആകുന്ന രീതികളൊക്കെ ഉണ്ട് പലയിടത്തും. അപ്പോൾ ഇങ്ങനെ ഏത് വകുപ്പിലും ഏത് രീതിയിലും അവരുടെ ആക്കി മാറ്റാവുന്ന, അവരുടെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ വഖഫ് പ്രോപ്പർട്ടിയായി മാറുന്ന ഏർപ്പാടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നും ഒരു മാറ്റം വരണമെങ്കിൽ അത് ഇവരുടെ തന്നെ വഖഫ് ട്രിബ്യൂണലുണ്ട്. അത് എക്സ്ക്ലൂസീവ്ലി ഓഫ് മുസ്ലിം ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ അടുത്താണ് കേസ് കൊടുക്കേണ്ടത്. അത് എന്നെ ചെന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതിൽ ഇതുവരെ അങ്ങനെ ഫലം ഉണ്ടായിട്ടില്ല. അവിടെ ചെന്നതുകൊണ്ടൊരു കേസൊന്നും ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. അത് ആ വഖഫ് തീരുമാനിക്കണമെന്ന് തന്നെ അവർ നടത്തുള്ളൂ. അതാണ് ഒരു പ്രശ്നം. പിന്നെ വേറെ, അപ്പോൾ ഈ നിയമപരമായിട്ട് ഓണറായിരിക്കണം അല്ലെങ്കിൽ ഉടമസ്ഥതയുള്ള ആളായിരിക്കണം അത് ചെയ്യാനായിട്ട്. വെറുതെ കയറി ആർക്കും ഈ രീതിയിൽ പെരുമാറാൻ പറ്റില്ല. പിന്നെ വഖഫ് സ്വത്താണോ സർക്കാർ സ്വത്താണോ എന്ന് തീരുമാനിക്കാൻ മുമ്പ് വഖഫ് കമ്മീഷണർക്കായിരുന്നു അധികാരം. ഇനിയിപ്പോൾ ഈ വഖഫ് കമ്മീഷണർ ചെയ്തിരുന്ന ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഇനി വരുന്നത് സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നാക്കി.
അപ്പോൾ ഒരു പ്രോപ്പർട്ടി വഖഫിൻ്റെ ആണോ ഒരു പ്രോപ്പർട്ടി ഗവൺമെൻറ്റിൻ്റെ ആണോ എന്ന് തീരുമാനിക്കാനായിട്ട് മുമ്പ് വഖഫിൻ്റെ കമ്മീഷണർ തന്നെ തീരുമാനിച്ചിരുന്ന സ്ഥാനത്ത് ഇനി ആ സ്ഥാനത്ത് വരാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥനായിരിക്കും. അല്ലാതെ വഖഫ് കമ്മീഷണറാണ് വഖഫിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സംസ്ഥാന സർക്കാർ വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ 90 ദിവസത്തിനകം വഖഫ് പോർട്ടൽ ആൻഡ് ഡാറ്റാബേസിൽ അത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആൾക്കാർക്ക് കാണാം, മനസ്സിലാക്കാം എന്തൊക്കെയാണ് വഖഫ് ബോർഡിൻ്റേതായിട്ട് വന്നിരിക്കുന്നത്. അതിൽ നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ പ്രോപ്പർട്ടി ഉണ്ടോ, വേറെ ആരുടെയെങ്കിലും അധികാരത്തിലേക്കുള്ള ഇൻഫ്രിഞ്ച്മെൻ്റ് ഉണ്ടോ എന്നൊക്കെയുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഇത് എന്തായാലും ഈ വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ 90 ദിവസത്തിനകം വഖഫ് പോർട്ടൽ ആൻഡ് ഡാറ്റാബേസിൽ ഇത് അപ്ലോഡ് ചെയ്യണം. ഡേറ്റാബേസിൽ ഇത് ഉണ്ടായിരിക്കണം. അതാണ് വേറൊരു നിയമം. പിന്നെ തർക്കമുള്ള കേസുകളുണ്ടെന്ന് വിചാരിക്കുക. തർക്കമുള്ള കേസുകളിൽ വഖഫ് സ്വത്തുക്കൾ വിജ്ഞാപനം ചെയ്ത് 2 വർഷം കഴിഞ്ഞാലും കൃത്യമായ കേസുണ്ടെങ്കിൽ കേസിന് പോകാം എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ വ്യവസ്ഥ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പണ്ട് വഖഫിൻ്റെ അങ്ങ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മുടേതാണ് എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. വഖഫിന് അതിൽ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. പക്ഷേ നമ്മളത് പ്രൂവ് ചെയ്യാനായിട്ട് വഖഫിൻ്റെ അടുത്ത് പോകുന്നു, വഖഫ് ട്രൈബ്യൂണലിനെ അപ്രോച്ച് ചെയ്യുന്നു. വഖഫ് ട്രൈബ്യൂണലിൽ അവരേതായാലും അവിടെ വരുന്ന കേസിലൊക്കെ വഖഫിന് അനുകൂലമായിട്ട് ഉള്ള സ്റ്റാൻഡ് സ്വീകരിക്കുന്നതാണ് ഇതുവരെയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ കേസിന് പോയിട്ട് വലിയ കാര്യമില്ല, നമ്മളെന്ന് പറഞ്ഞാൽ ആരും പോയിട്ട് വലിയ കാര്യമില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. അതിൽ മാറ്റം പറ്റുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, വഖഫ് ബോർഡിൻ്റെ CEO അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് അതിലേക്ക് നിയമിക്കാനായിട്ട് യോഗ്യതയുള്ളവർക്ക് ആ സ്ഥാനം കൊടുക്കും. അതിൽ ജാതി മതമൊന്നും നോക്കില്ല. അതാണ് അതിലെ പ്രശ്നം. അപ്പോൾ അതായത് സംസ്ഥാന വഖഫ് ബോർഡിനെ ഹെഡ് ചെയ്യാനായിട്ട് അതിൻ്റെ ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ്യതയാണ്, മതമല്ല. നേരത്തെ വഖഫിൻ്റെ എല്ലാ കാര്യങ്ങളും മതപ്പെട്ടവരെ മാത്രമേ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ അത് മാറ്റാണ്. ഇങ്ങനെ പല കാര്യങ്ങളിലും യോഗ്യത ഒരു മാനദണ്ഡമാക്കി മാറ്റാണ്. മതം മാത്രം പറഞ്ഞു ഇരുന്നുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം. പിന്നെ നിലവിൽ വഖഫ് രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്വത്തുക്കൾ വഖഫ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പത്രപരസ്യം വേണം. പണ്ട് പലതും എടുത്തു പോയി കഴിയുമ്പോഴാണ് അറിയണത്. ഇപ്പോൾ നമ്മൾ മുനമ്പത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ പലർക്കും അറിയില്ലായിരുന്നു ഈ മുനമ്പം എടുത്തു പോയിട്ടുണ്ടെന്ന്. അവരെന്തെങ്കിലും മകളുടെ കല്യാണത്തിന് ഒരു ലോൺ എടുക്കാനൊക്കെ ചെല്ലുമ്പോഴാണ് ഇതറിയുന്നത്, ഇത് നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ല എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി അല്ലെങ്കിലും പ്രോപ്പർട്ടി അവർക്ക് അനുഭവിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മളൊരു രേഖയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ അത് സാധിക്കില്ല. അതാണ് ഇപ്പോൾ മുനമ്പത്ത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ 600-ൽ കൂടുതൽ കുടുംബങ്ങളുണ്ട്. അവിടെയുള്ള ആൾക്കാർ പലരും മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, കുട്ടികളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ഒരു കടലാസ് എന്നെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടില്ല. ആ റവന്യൂ സംബന്ധമായ അധികാരങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് താമസിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ താമസം കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ഇപ്പോൾ റെയിൽവേയുടെ പ്രോപ്പർട്ടി ഉണ്ട്, അതിൽ അനധികൃതമായിട്ട് പലരും താമസിക്കുന്നുണ്ട്. അവിടെ നിന്ന് അവരെ തല്ലി ഓടിച്ചു വിടുന്നൊന്നുമില്ല. തല്ലി ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് കേസിന് പോകേണ്ടി വരുമോ അധികാരികൾ. അതുകൊണ്ട് അവർ പലപ്പോഴും കണ്ടില്ല എന്ന് വയ്ക്കും. അപ്പം അതേപോലത്തെ ഒരു അവസ്ഥയിലാണ് മുനമ്പത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നത്. അവരവിടെ താമസിക്കുന്നുണ്ട്, പക്ഷേ കടലാസ് വേണ്ടി വരുമ്പോൾ, അതായത് എന്തെങ്കിലും ബാങ്കിൽ സമർപ്പിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ എന്തെങ്കിലും ഒരു പേപ്പർ വേണ്ടി വരുമ്പോൾ അവിടെ ചെന്ന് നമ്മൾ വില്ലേജ് ഓഫീസിലോ മറ്റുള്ളടത്തോ എന്ന് കഴിയുമ്പോൾ അയ്യോ ചേട്ടാ നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ലല്ലോ, ഇത് വേറെ ആൾക്കാരുടെ പ്രോപ്പർട്ടിയാണ്, ഇത് വഖഫിൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് പറയും. അതാണ് മുനമ്പത്ത് ഉള്ള സാഹചര്യം. ഇതേപോലെ തന്നെ അതൊരു ഭയങ്കര ദയനീയമല്ലേ അങ്ങനെയുള്ള ജീവിതം എന്ന് പറയുന്നത്? ദയനീയം ആണെന്ന് മനസ്സിലാവണമെങ്കിൽ അവിടെ താമസിച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമുക്കത് പത്രത്തിൽ വായിച്ചു കഴിയുമ്പോൾ അത്ര വലിയ ഓഫ് കോഴ്സ് നമുക്കത് ഫീൽ ചെയ്യും. പക്ഷെ എന്നാലും മറ്റവരുടെ ആ പ്രയാസം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലൊരു ഗ്രാമമുണ്ട്. അവിടെ 1500 വർഷം പഴക്കമുള്ള അമ്പലമുണ്ട്. പക്ഷേ അതും വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ പേരിൽ എവിടെയെങ്കിലും ചെന്ന് അന്വേഷിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഒരു നടപടിയും അതിനുണ്ടാകില്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിനെല്ലാത്തിനും അറ്റസ്ട്രച്ച് എല്ലാത്തിനും മാറ്റങ്ങൾ വരികയാണ്. പിന്നെ വേറെ ഒരു കാര്യം, ഈ വഖഫ് സംബന്ധിച്ച ട്രിബ്യൂണൽ വിധി ഉണ്ടെന്ന് വിചാരിച്ചു. ആ വിധിക്കെതിരെ നമുക്ക് ഹൈക്കോടതിനെ സമീപിക്കാം. വഖഫ് ട്രൈബ്യൂണൽ എന്തെങ്കിലും ഒരു വിധി പുറപ്പെടുവിക്കുകയാണ്, ആ വിധിക്കെതിരെ നമുക്ക് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ പോകാം. ഇപ്പോൾ അസഫ് നൗ ഇപ്പോഴത്തെ പുതിയ വ്യവസ്ഥ അനുസരിച്ച്. പക്ഷേ മുമ്പ് അതായിരുന്നില്ല കേസ്. വഖഫിൻ്റെ ട്രിബ്യൂണൽ എന്തെങ്കിലുമൊക്കെ തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കോടതിയിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തിട്ട്
കാര്യമില്ലായിരുന്നു. അപ്പോൾ അതിനെല്ലാം മാറ്റങ്ങൾ വന്നു. എന്തായാലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ പുതിയ ഉമ്മീദിലൂടെ വഖഫിന്റെ ഒരു രൂപമാറ്റം. അതെ, അതാണ് ഈ പുതിയ ഉമ്മീദ്. ഹിന്ദി ഉമ്മീദല്ല, ഇത് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട്, അതാണ് ഉമ്മീദ്. അപ്പോൾ അത് ബാധിച്ചിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ശാപമോക്ഷം എന്നൊക്കെ പറയില്ലേ, ഒരു ശാപമോക്ഷമാണ് ഇപ്പോൾ ഈ വരുന്നത്. അത് നമ്മുടെ മുനമ്പത്തും അവിടെ തിരുച്ചെന്തൂരും അങ്ങനെ മറ്റു പല ഗ്രാമങ്ങളിലും മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അത് വളരെയധികം അതിന്റെ പ്രതിഫലനം കാണാൻ പറ്റും. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.